നമസ്കാരം. ചിരാതുകൾ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ എല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറേ പേര് എനിക്ക് കമന്റ്സ് തന്നു, നല്ല പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പല പല സജഷൻസ് വന്നു ഉള്ളിൽ. അപ്പം ഒന്നെന്താന്ന് വെച്ചാൽ ഡാൻസ് എൻ്റെ തന്നെ സുഹൃത്തുക്കൾ 2-3 പേര് പറഞ്ഞു ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ അത് പഠിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ ഇതുകൾ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഡാൻസിന്റെ ബേസിക് സ്റ്റെപ്സും മുദ്രാസൊക്കെ കൂടെ വെച്ചിട്ടൊരു സീരീസ് ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ മറ്റൊന്ന് എൻ്റെ അടുത്ത് കുറെ പേര് വന്നു, കവിതകള് മാമ്പഴത്തിലൊക്കെ ചൊല്ലിയ കവിതകള് വേണമെന്നോ. ഇപ്പൊ യൂട്യൂബിൽ അതില്ല, അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ രണ്ടാമത് ചൊല്ലാമെന്ന് വിചാരിച്ചു. ബേസിക് ആയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം കവിത യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കവിത ചൊല്ലണ കുട്ടികളും അല്ലാതെ തന്നെ കവിത ചൊല്ലണ കുറെ പേരുണ്ട്, നന്നായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ കവിത ചൊല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാനൊരു ജഡ്ജ്മെന്റ് പോവുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കും, കുട്ടികൾ ചൊല്ലുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പം പല കുട്ടികൾക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ രക്ഷിതാക്കൾക്കും അത്രയും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത്തരത്തിലൊരു ഇതും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അത്തരത്തിൽ പല പല സീരീസുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ചൊല്ലാൻ പോകുന്നത് മേഘരൂപൻ എന്ന് പറഞ്ഞ കവിതയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിതയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കവിതയാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മറ്റൊരു മഹാകവി ആറ്റൂർ രവിവർമ്മ അദ്ദേഹം എഴുതിയിട്ടുള്ള, പി കുഞ്ഞിരാമൻ നായർ മരിച്ച സമയത്ത് അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പൊ ഞാൻ അത് ചെറിയ കവിതയാണ്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും അത് 3 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞു കവിതയാണ്. അപ്പം പഠിപ്പിക്കാനും എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ വല്ലാതെ ചെറിയ കുട്ടികളല്ല, ഒരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചൊല്ലാൻ പറ്റിയ കവിതയാണ്. അപ്പൊ മേഘരൂപൻ. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളുമാർദ്രത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമങ്ങനെ. നിനക്കെഴുതുവാൻ പൂഴിവിരിപ്പൂ ഭാരതപ്പുഴ, നിനക്കു കാണുവാൻ വാനം നീർത്തുന്നു വർണ്ണപുസ്തകം, നിനക്കു മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പഠിക്കൽ വന്നു കൂവുന്നു പട്ടണിപ്പൊന്നുഷസ്സുകൾ, ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടു നീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തുമേയുന്ന വേളയിൽ പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിലല്ലോ പദങ്ങളും, ഉന്നം തെറ്റാത്ത തോക്കിന്നുമായില്ല നിന്നെ വീഴ്ത്തുവാൻ, ഏമന്മാരോമനിച്ചാലും ചെവിവട്ടം പിടിച്ചു നീ ഇന്നാ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ. ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ, നീ ഇന്നാ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ. ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ. അണുധൂളി പ്രസരത്തിൻ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിൻ കയങ്ങളിൽ. നീ കൃഷ്ണശിലതൻ താളം, വിണ്ണിലോലുന്ന നീലിമ, ആഴിതൻ നിത്യമാം തേങ്ങൽ, പൗർണമിക്കുള്ള പൂർണ്ണത. നീ കൃഷ്ണശിലതൻ താളം, വിണ്ണിലോലുന്ന നീലിമ, ആഴിത
നിത്യമാം തേങ്ങൽ. പൗർണമിക്കുള്ള പൂർണ്ണത അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം. എനിക്കു കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം. അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം. എനിക്കു കൊതി നിൻ വാലിൻ